ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ബ്ലോഗ്. നിങ്ങൾ ഈ കാണുന്ന പിക്കില്ലേ, ഇതിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒരു മത സൗഹാർദ്ദത്തിന്റെ കഥ പറയാനുണ്ട്. എന്താണെന്നല്ലേ, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഞങ്ങൾ ബിസിനസ് ആവശ്യമായിട്ട് ഉടുമ്പൽപേട്ടയ്ക്ക് പോകുമായിരുന്നു കേട്ടോ. ആ പോകുന്ന വഴിക്കാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമ നിസ്കരിക്കാനായിട്ട് ഒരു പള്ളിയിലേക്ക് കയറാം എന്ന് വിചാരിച്ചത്. അപ്പോൾ പള്ളി അന്വേഷിച്ച് നടക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ ഒരു പള്ളി കണ്ടത്. അപ്പോൾ ഐശ്വര്യത്ത് പറഞ്ഞു, നീ വണ്ടിയിൽ ഇരുന്നോളൂ, ഞാൻ പള്ളിയിൽ പോയിട്ട് വരാമെന്ന്. ഇതാണ് ആ പള്ളി. ആ പള്ളി വളരെ മനോഹരമായി പെയിന്റിംഗ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു പള്ളിയാണ്, കുറച്ച് ആൾക്കാർ നിസ്കരിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും വളരെ ഭംഗിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഇത് ഇന്നാളാണ് പെയിന്റിംഗ് ചെയ്തത്, ഈ പെയിന്റിംഗ് ചെയ്യാനായിട്ടുള്ള സംഭാവന തന്നത് ഒരുപാട് അമുസ്ലിമുകളാണെന്ന്, ഈ പള്ളിക്ക് ചുറ്റുമുള്ള നിവാസികളാണെന്ന്. അപ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, അവരൊരു അമ്പലം പണിയുന്നുണ്ട്, അമ്പലത്തിലേക്കുള്ള ഒരു മണി നമ്മൾക്ക് അവർക്ക് സന്തോഷപൂർവ്വം അവർക്ക് കൊടുക്കാം എന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ മാറ്റി വെച്ച് ഇവരോടൊപ്പം ഞാനും കൂടി ഈ അമ്പലമണി കൊടുക്കുന്ന കാഴ്ചയാട്ടോ നിങ്ങൾ കണ്ടത്. അതായത് ഈ പള്ളിയിൽ നിന്നുമാണ് ഈ അമ്പലമണി വാങ്ങി ഈ അമ്പലത്തിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഈ അമ്പലത്തിലെ കുംഭാഭിഷേകം നടക്കുന്നുണ്ട്, അതായത് പുതിയ അമ്പലമാണ്, പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അവർ ഈ അമ്പലമണി അവർക്ക് പ്രസന്റ് ചെയ്യാട്ടോ. ഈ ബ്ലൂ ഷർട്ട് നിൽക്കുന്ന പയ്യനില്ലേ, ഈ പയ്യന്റെ മുതുമുത്തശ്ശന്റെ പേരാട്ടോ ഈ സ്ഥലത്തിന്. ദിവാൻസ പുത്തൂർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. പൊള്ളാച്ചി പോകുന്ന വഴിക്ക് ഈ അമ്പലം കാണാം, പുതിയ അമ്പലം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്ത് തന്നെ പള്ളിയും കാണാം. അപ്പോൾ ഈ ഒരു മത സൗഹാർദ്ദം കണ്ടപ്പോൾ അത് വളരെ ഇഷ്ടമായിട്ടോ, വളരെയധികം മനസ്സിന് ഒരു കൗതുകമായിരുന്നു. ഇതാണ് ഈ പണിയുന്ന അമ്പലം. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തു. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഇവരെല്ലാവരും കൂടി സംസാരിച്ച് കളിച്ച് ചിരിച്ച് അവരെല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം ഇവർ പിരിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴിക്ക് വരുമ്പോഴൊക്കെ ഞങ്ങളുടെ ഒരാളായിട്ട് നിങ്ങൾ ഈ അമ്പലത്തിലേക്കും ഈ പള്ളിയിലേക്കൊക്കെ വരണം. അത് എന്താ പറയുക, ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടോ ഈ സംഭവം കണ്ടപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ പള്ളിയുടെ പേര് ജന്നാത്തുൽ ഫിർദൗസ് എന്നാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.